ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈപ്പീലി ലോക്കറ്റ് മാലയാണ്. നമ്മുടെ ഒറിജിനൽ മൈപ്പീലി വെച്ചിട്ട് നമുക്ക് ഒരു ലോക്കറ്റ് ഉണ്ടാക്കാം. അതിനോട് ഒരു മാലയും കൂടി ആഡ് ചെയ്യാം. OHP ഷീറ്റ് എടുക്കുക, അതിലേക്ക് പശ നന്നായി തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മൈപ്പീലി എടുത്ത് ആ പശയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മൈപ്പീലിൻ്റെ മുകളിൽ ഭാഗത്തുകൂടെ നമ്മൾ പശ നന്നായി തേച്ച് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് മുത്ത് വരുന്ന ചെയിൻ എടുത്ത് മൈപ്പീലിയുടെ നമ്മളിപ്പോൾ പശ തേച്ച് കൊടുത്ത ഭാഗത്തിലൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അത് ലെവലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ എടുത്ത്, ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ഷേപ്പുള്ള കുന്തൻ സ്റ്റോൺ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ച് തന്നെ കൊടുക്കുക. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ ഗ്രീൻ സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വൈറ്റ് ചെയിൻ ഒട്ടിച്ചതിൻ്റെ താഴെയായിട്ട് 5 കുന്തൻ സ്റ്റോൺ, അത് ഗ്രീനിൻ്റെ 5 കുന്തൻ സ്റ്റോൺ നമ്മൾ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ആ സൈഡ് തന്നെയായിട്ട് നമ്മൾ ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും അപ്പുറയും ഇപ്പുറയും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഐപ്പിൻ ഉപയോഗിച്ച് ഒരു ഐപ്പിൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ബാക്ക് സൈഡ് മൊത്തം പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം വാക്സ് ഷീറ്റ് എടുത്ത് അതിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്യുക. ഈ കംപ്ലീറ്റ് ചെയ്ത ലോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വയർ എടുക്കുക. അതിൻ്റെ ഒരു വശത്തേക്ക് ഗോൾഡൻ ബീഡ്സും, അതിനുശേഷം ഗോൾഡൻ ബീഡ്സ് ഇട്ടതിന് ശേഷം ഈ പച്ച കളറുള്ള ഒരു മുത്ത് അതിലേക്ക് ഇടുക. പിന്നെയും ഗോൾഡൻ കളർ ഇടുക. അതിനുശേഷം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്യണം. ആ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ലോക്ക് എടുക്കുക. ഗിയർ ലോക്ക് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പോൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നതായിരിക്കും. വീണ്ടും അതേപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് എടുക്കുക. അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് രണ്ടും അവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ എടുക്കുക. അതേപോലെ തന്നെ ഗോൾഡ് ഇടുക. ഗിയർ ലോക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ വരുന്ന മുത്ത് 6 മുത്തുകളാണ് ഈ മാലയ്ക്ക് വരുന്നത്. അപ്പം നമ്മുടെ മാലയുടെ ഏകദേശം കംപ്ലീറ്റ് ലുക്ക് ആവാറായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനൊരു ഈ മുത്തിൻ്റെ ഗ്യാപ്പ് കറക്റ്റാണ് നോക്കണം കേട്ടോ. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റാക്കി കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിൻ്റെ കൊളുത്ത്, അതാണ് മെയിൻ കൊളുത്ത് വെച്ച് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞ് നമുക്ക് മാലയുടെ ഫൈനൽ ലുക്ക് കാണാം. മാലയുടെ ഫൈനൽ ലുക്ക് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇതാ നമ്മുടെ മാലയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മാലയുടെ. ഇതിൽ അത്യാവശ്യം ഒരു പണി വരുന്നത് നമ്മൾ മയിൽപ്പീലി ഒട്ടിക്കുകയും അതിന് ചുറ്റും സ്റ്റോണും വെക്കുകയാണ്. ബാക്കിയൊക്കെ സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമ്മളിനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.